ജൂൺ 14 കേരളത്തിൽ റിലീസായിട്ടുള്ള മഹാരാജ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ നിതിലൻ സ്വാമിനാഥൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 2017 കുരങ്ങുബൊമ്മൈ എന്ന ഒരു സിനിമ എടുത്തായിരുന്നു. ആ സിനിമ പ്രേക്ഷക പ്രശംസ ഒരുപാട് നേടിയെടുത്ത ഒരു സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് മഹാരാജ. ഇതിൽ പ്രധാനമായി വേഷമിട്ടിരിക്കുന്നത് വിജയ് സേതുപതി, അഭിരാമി, നട്രാജൻ സുബ്രഹ്മണ്യൻ, അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ് എന്നിവരാണ്. സിനിമയ്ക്ക് ഡയലോഗ് എഴുതിയത് റാം മുരളി, അതുപോലെ തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ജഗദീഷ് പളനിസ്വാമി എന്നിവരാണ്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ 2024 തമിഴിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഒരു അടിപൊളി സിനിമയാണ് മഹാരാജ. ഈ സിനിമ കണ്ടത് 4 ദിവസം മുമ്പാണ്. സമയം കിട്ടാത്തത് കൊണ്ടാണ് കുറച്ച് ലേറ്റായി റിവ്യൂ പറയാനെത്തിയത്. ഇതിലെ നായകൻ വിജയ് സേതുപതി ഒരു സലൂൺ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാധനം മോഷണം പോയി എന്ന ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇതിൽ പോലീസുകാരൻ്റെ ഒരു റോള് ചെയ്യുന്നത് നട്രാജൻ സുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിന് നമുക്ക് നന്നായിട്ട് അറിയാം. ചതുരംഗവേട്ട എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നായകനായി അഭിനയിച്ച ഒരു നടനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത് അനുരാഗ് കശ്യപ്, സെൽവൻ എന്ന പേരുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അഭിരാമി വരുന്നുണ്ട്. നന്നായിട്ട് അറിയാം. ചതുരംഗവേട്ട എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നായകനായി അഭിനയിച്ച ഒരു നടനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത് അനുരാഗ് കശ്യപ്, സെൽവൻ എന്ന പേരുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അഭിരാമി വരുന്നുണ്ട്. ആസിഫ എന്ന റോളുമായി വരുന്നത് മമത മോഹൻദാസ് ആണ്. മഹാരാജയുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സിനിമയിലെ കാര്യങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞാൽ അത് സ്പോയിലർ ആവും. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും സിനിമയെക്കുറിച്ച് പറയുന്നില്ല. മുമ്പ് തമിഴ്നാട്ടിൽ ഇതുപോലത്തെ ഒരു സിനിമയൊന്നും നമ്മുടെ കേരളത്തിൽ റിലീസായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു രാക്ഷസൻ സിനിമയുടെ അത്ര ഇല്ലെങ്കിലും എന്നാലും അതിനോളം എത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ തയ്യാറാക്കിയിട്ടുള്ളത്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമനാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തത് ഫിലോമിൻ രാജാണ്. ഫിലോമിൻ രാജിനെ നമുക്കറിയാൻ പറ്റും. ലിയോയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കാണ് കൂടുതലായി ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇത് ചെയ്തത് അജനീഷ് ലോക്നാഥാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. സിനിമ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നായതുകൊണ്ട് സിനിമ നിർബന്ധമായും തിയേറ്ററിൽ പോയി കാണേണ്ട ഒന്ന് തന്നെയാണ്. ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ ആണെങ്കിൽ ഇതിനെ പറയാം. സിനിമ ഒരു തരത്തിലും നിരാശപ്പെടുത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ക്രിഞ്ച രീതിയിൽ എടുത്തു പറയുന്നല്ല. ഓരോ സീനായിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ രീതിയിൽ തന്നെ ഒരു ലോസ്റ്റ് സീരീസിലെ പോലെ തന്നെ ചെറിയ രീതിയിൽ തന്നെ എടുത്തു പറയുന്ന ഒന്നാണ്. പിന്നെ ഇത് ഒരുക്കിയത് നല്ലൊരു രീതിയിൽ തന്നെയാണ്. യാതൊരുവിധ നെഗറ്റീവോ കാര്യങ്ങളോ ഇതിന് പറയാനൊന്നുമില്ല. മഹാരാജയായി വേഷമിട്ടിരിക്കുന്ന വിജയ് സേതുപതി ഇതിൽ വരുന്നത് ഒരു ഗംഭീര കഥാപാത്രവുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു കംപ്ലൈൻറ്റ് രൂപത്തിൽ കൊടുക്കാൻ വരുന്നതാണ് അദ്ദേഹം. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഒരു അടിപൊളി കഥ തന്നെയാണ്. പിന്നെ കൂടുതൽ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു സിനിമയായിട്ടല്ല ഇത് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് പുതുമ തോന്നുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരുപാട് ഇമോഷണൽ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ റിവെഞ്ച് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. ചെയ്ത രീതിയും അതുപോലെ തന്നെ ചെയ്യിപ്പിക്കപ്പെട്ട രീതിയൊക്കെ വളരെ നന്നായിരുന്നു. രാക്ഷസന് ശേഷം തമിഴ് സിനിമയിൽ നിന്നും ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ആയിട്ട് വന്ന ഒരു സിനിമ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൽ മമത മോഹൻദാസ് വേഷമിട്ടിരിക്കുന്നത് ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മഹാരാജ എന്ന ഒരു മകളുണ്ട്. പിന്നെ അവരെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ അഭിനയം കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ വില്ലൻ അനുരാഗ് കശ്യപ് സെൽവൻ എന്ന റോളുമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് നമുക്കറിയാലോ ഈ മേക്കനൊടികളിലൊക്കെ ഒരുപാട് ഗംഭീര വില്ലനിസം കാണിച്ചു വന്ന ഒരു താരമാണ്. അദ്ദേഹത്തെ നമുക്ക് നന്നായി അറിയാലോ. ലിയോയിലൊക്കെ വന്ന് ചെറിയ റോള് മാത്രമേ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൂ. അന്ന് നമുക്ക് തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് ലിയോയിൽ ഇങ്ങനെ കൊടുത്തത് എന്നുള്ളത് തോന്നിയിരുന്നു. അദ്ദേഹം നല്ലൊരു കഴിവുള്ള നടനാണ്. നല്ല ഗംഭീര വില്ലൻസ് ആണ്
ഈ മയക്കനൊടികളിൽ അദ്ദേഹത്തിന്റെ ഒരു സൈക്കോ വില്ലൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ഗംഭീര ഒരു അഭിനയം ഇതിൻ്റെ അകത്തും അദ്ദേഹം കാണിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ഭാഗത്തിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അതിലെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ കണക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഒരു തരത്തിലും നിരാശപ്പെടുത്താത്ത ഒരു സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5/5 അത്രയും നല്ലൊരു സിനിമയാണ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. പിന്നെ OTT കാര്യങ്ങളൊക്കെ വന്നിട്ട് അന്ന് തിയേറ്ററിന് മിസ്സായോ എന്നുള്ളൊരു ഫീലൊന്നും തോന്നാതിരിക്കരുത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. ഗംഭീര സിനിമയാണ്. ഞാൻ പോയപ്പോൾ ഞാൻ റിലീസായി ഒരു 4 ദിവസം പോയിട്ടാണ് കണ്ടത്. അന്ന് ഇതുപോലെ തന്നെ ഹൗസ്ഫുൾ ആയിരുന്നു. എല്ലാവരും ഗംഭീര ഒരു അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്.